വിളിച്ചവനെന്നും വിശ്വസ്തനല്ലോ, വാക്കുമാറാത്ത ദൈവമല്ലോ. വിളിച്ചവനെന്നും വിശ്വസ്തനല്ലോ, വാക്കുമാറാത്ത ദൈവമല്ലോ. വാനവും ഭൂമിയും മാറിപ്പോയിടിലും തന്തയെന്നും മാറുകില്ല. വാനവും ഭൂമിയും മാറിപ്പോയിടിലും തന്തയെന്നും മാറുകില്ല. മാറുകില്ല, മറയുകില്ല, തന്തയെന്നും മാറുകില്ല. മായുകില്ല, മറയുകില്ല, തന്തയെന്നും മാറുകില്ല. ഭാഷിതം. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. He did not waver at the promise of God through unbelief, but was strengthened in faith, giving glory to God. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നീതീകരണം പ്രാപിക്കുന്നത് വിശ്വാസത്താലാണെന്ന് ദാവീദിന്റെയും അബ്രഹാമിന്റെയും ജീവിത ചരിത്രത്തിൽ കൂടെ തെളിയിക്കുകയാകുന്നു. പൊതുവെ പൗലോസിന്റെ കാലത്തെ യഹൂദ ഉപദേഷ്ടാക്കൾ വിശ്വസിച്ചിരുന്നത് അബ്രഹാം തന്റെ പ്രവർത്തികളാൽ നിയമം പാലിച്ചുകൊണ്ട് നീതീകരിക്കപ്പെട്ടു എന്നാണ്. 2-ാം വാക്യത്തിൽ അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാനും എന്നെഴുതിയിരിക്കുന്നു. അബ്രഹാമിന് ദൈവം വാഗ്ദത്തങ്ങൾ കൊടുത്തു. 17-ാം വാക്യത്തിൽ അത് കാണുന്നു. അബ്രഹാമിന് സന്തതികൾ ഇല്ലാതെ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്നെഴുതിയിരിക്കുന്നു. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്നെഴുതിയിരിക്കുന്നു. അബ്രഹാം തന്റെ സാഹചര്യങ്ങളെ വിലയിരുത്തുമ്പോൾ എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും? തനിക്ക് ഏകദേശം 100 വയസ്സായിരിക്കുന്നു. തന്റെ ഭാര്യയും വൃദ്ധയായിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നന്നായി ഗ്രഹിച്ചിട്ടും അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. പ്രിയമുള്ളവരെ, ഇവിടെ നിന്ന് ഒന്ന് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വിശ്വാസത്തിൽ ക്ഷീണമുണ്ടാകുന്നതും പരാജയപ്പെടുന്നതും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലല്ലേ? അബ്രഹാമിന് വിശ്വസിക്കുവാൻ കഴിഞ്ഞു. അതാണ് നീതിയായി കണക്കിട്ടത്. ദൈവം അരുളി ചെയ്യുന്ന വാഗ്ദത്തങ്ങളിൽ പലപ്പോഴും ഇത് സംഭവിക്കുമോ, അങ്ങനെയാകുമോ എന്നുള്ള അവിശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. അത് പിന്നീട് സംശയമായി മാറുന്നു. വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ കഴിയാതെ വരുന്നു. സംശയിക്കുന്നവനെ കുറിച്ച് യാക്കോബ് പറയുന്നത്, സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത് എന്നാണ്. ഏതെങ്കിലും വാഗ്ദത്തങ്ങൾ നിറവേറാതെ ഇരിക്കുന്നുവെങ്കിൽ നമ്മെ തന്നെ നമുക്ക് ശോധന ചെയ്യാം. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മളിൽ പ്രവേശിച്ചിട്ടുണ്ടോ? വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അബ്രഹാം തന്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തി. അത് എങ്ങനെയാണെന്ന് ആ വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്ന് പറയുമ്പോൾ വാക്കാലുള്ള സ്തുതിയെ അത് പരാമർശിക്കുന്നില്ല. പിന്നെയോ നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ജീവിത ശൈലിയിലും ദൈവത്തിന് മഹത്വം ഉണ്ടാകണമെന്നർത്ഥം. 2 പത്രോസ് 1:4 എഴുതിയിരിക്കുന്നത്, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരുവാൻ ഇടവരുന്നു. പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. പൗലോസിനോട് ചേർന്ന് നമുക്കും പറയാം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. യേശു കർത്താവിൽ വിശ്വസിക്കുന്നവരെയാണ് നീതിമാന്മാരായി കണക്കിടുന്നത്. നമുക്കും വിശ്വസിക്കാം. പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള പിതാവേ, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.
രക്ഷകനേശു അവതരിച്ചു. ഇക്ഷിതിയെന്നും വെളിച്ചമേകാൻ രക്ഷകനേശു അവതരിച്ചു. ഇക്ഷിതിയെന്നും വെളിച്ചമേകാൻ കാൽവരി ക്രൂശിൽ ചിന്തിയ രക്തം പാപങ്ങൾക്കെല്ലാം മോചനമായി. കാൽവരി ക്രൂശിൽ ചിന്തിയ രക്തം പാപങ്ങൾക്കെല്ലാം മോചനമായി. മോചിതനായി മോചകനായി പാപങ്ങൾക്കെല്ലാം മോചനമായി. മോചിതനായി മോചകനായി പാപങ്ങൾക്കെല്ലാം മോചനമായി. നടക്കാൻ നീ തേരിനോടൊപ്പം നിൽക്കാൻ നീ ദൂതു പ്രാപിപ്പാൻ. നടക്കാൻ നീ തേരിനോടൊപ്പം നിൽക്കാൻ നീ ദൂതു പ്രാപിപ്പാൻ. അരുളുക ദൈവസന്നിധിയിൽ പൊരുളുകൾ പ്രാർത്ഥനയോടെ. അരുളുക ദൈവസന്നിധിയിൽ പൊരുളുകൾ പ്രാർത്ഥനയോടെ. പകർന്നിടുക അഗ്നിനാവുകളാൽ. പകർന്നിടുക അഗ്നിനാവുകളാൽ. നടക്കാൻ നീ തേരിനോടൊപ്പം നിൽക്കാൻ നീ ദൂതു പ്രാപിപ്പാൻ. നടക്കാൻ നീ തേരിനോടൊപ്പം നിൽക്കാൻ നീ ദൂതു പ്രാപിപ്പാൻ.